മുഹമ്മദ് മുസ്തഫ. അതല്ലേ നേതാവ്, ഞങ്ങളെ നേതാവ് എന്തിന്? ഞങ്ങളുടെ രാജ്യത്തെ പ്രസിഡന്റ്. സുബ്ഹാനല്ലാഹ്. ഒരു മയ്യത്തായും കുലിപ്പാട്ടോ വേണ്ടായാല് ഒരു മെമ്പർക്ക് എന്തെങ്കിലും വേദന ചൊല്ല അവൻ മരിച്ച് കിടക്കട്ടില്ല, നക്ക് പുരുഷത്തില്ല അല്ലാണ്ടല്ലേ. എല്ലാരും ചെന്നല്ല ചില നേതാക്കന്മാരുള്ള സുബ്ഹാനല്ലാഹ് പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറിന്റെ പേര് മാത്രമല്ലാണ്ട് ഒരു പ്രായത്തിലൊരു പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആവണക്ക് എന്തിനുള്ള കടം വേണ്ടെന്ന് അവന് ഗൊന്തുണ്ടാ? എലക്ഷനിൽ നാ ജയിച്ച് പ്രസിഡന്റ് ആയിടേതാ ഒന്നാവാതെ തീർക്കു പോകൂ. സുബ്ഹാന ജല്ല ജലാലുഹു. എന്ത് എലക്ഷൻ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ദീനിൽ സുബ്ഹാന എവിടെ പോയ എലക്ഷൻ നിറഞ്ഞു പോയിട്ട് പള്ളിക്ക് ഒരു പ്രസിഡന്റ് ആവൂ, കമ്മിറ്റി മെമ്പർ ആവൂ, ഓനക്ക് വിഷയ കൊത്തില്ല ദീന്റെ ഒരു മെമ്പർ ആവുടേതാണ്. കാരണം ഖത്തീബില്ലെങ്കിൽ നാ ഖുതുബ ഓതണാവൂ, ബാങ്ക് കൊടുക്കണാവൂ, മുക്കുരി ആവണാവൂ, മദ്രസ പഠിപ്പാട്ടണാവൂ. അതുകൊണ്ട് നാണ് പ്രസിഡന്റ് ആവിടെ. ഓന്റെ ബാവണിയില്ല, ഓൻ പേരിച്ചാ പള്ളിയുടെ പ്രസിഡന്റ് മുക്കുരിക്ക ബമ്പ പേരിച്ച് മുക്കുരിക്കോ മൊയിലാർക്ക് ജോറാക്കി ഓർത്തുമ്പില്ല ബമ്പാട്ട്. അല്ലാ, ഒരു പ്രസിഡന്റ് ആവണോ, ഒരു കമ്മിറ്റി മെമ്പർ ആവണോ, അവനക്ക് എത്ര ബഹുമാനമുണ്ട്, എത്ര സ്ഥാനമുണ്ട്, അത് എങ്ങനത്തെ ആളാവണോ? ഇതാ ഉസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരി സഅ മുഹമ്മദുർ റസൂലുള്ളാഹി. അധികാരത്ത് അഹ്ലല്ലാത്തവನು പ്രസിഡന്റ് ആയി പോയെങ്കിൽ ഖിയാമത്ത് നാൾ നീ കാത്തു കാട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. നക്കാർ പറഞ്ഞിരണ്ട എന്തേ അല്ലാഹുവിന്റെ റസൂൽ എന്ന ഹദീസ് അങ്ങനെ. ഒരു പ്രസിഡന്റ് ആവുകയാണ് എങ്ങനെ? ഖത്തീബിലും ഖുതുബോതും മുക്കുരിക്കയില്ലെങ്കിൽ ബാങ്ക് കൊടുക്കണം. മുക്കുരിക്ക മുക്കുരിക്കാൻ ചൊല്ലുകൊണ്ട് ചില ആൾ മുക്കുരി എന്നെങ്കിൽ ചതിക്കടയാണ്. മുക്കുരീന്ന് വിളിച്ചിട്ടാണ് മുക്കുരിക്ക ഓത് വാട്ടയാൾ മുക്കുരിക്ക മുക്കുരിന്റെ വിളി മുക്കുരി അല്ലെ മുഅദ്ദിൻ ബാങ്ക് വാല അദാൻ ദേനെ വാല. ഇത് ഖത്തീബിനെ വിളിക്കണ ഹത്തീബുണ്ട് കോൾ കൊടുക്കണ ആളുണ്ട്. ഹത്തീബുണ്ട് വിളിക്കണാരെ കോൾ കൊടുക്കണ ഉണ്ട്. ഹത്തീബുണ്ട് വിളിച്ചാൽ കൂത്തുപോകുന്ന ഒരാളുണ്ട്. അല്ലേ ഇത്ര പോലും ഡിഫറൻസ് കൊത്തില്ലാത്ത എത്ര പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ. പ്രസിഡന്റ് വന്ന് വിളിക്കണ ഹത്തീബ് എവിടെ പോയിട്ടുണ്ട്, മുക്കുരിക്ക എവിടെ പോയിടും, മുക്കുരിയാറ് ഖത്തീബാറ് മുസല്ലിയാറ് മുസ്ലിയാറാറ് പിടിയില്ലാത്ത ആൾക്കാർ. അത് ഞാൻ വിശദീകരിക്കണേ. അതല്ല 2-3 ഗಂಟೆ ചൊല്ല ആള്. ഇപ്പൊ സമയമൊന്നുമില്ല. അതുകൊണ്ട് കൂടെ നാം വന്നതൊരു ഉദ്ദേശ, കൂടെ ഞങ്ങൾ കൂടിയതൊരു ഉദ്ദേശം എന്നൊക്കെ ചൊല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് ആഫിയത്ത് വേണ, ആരോഗ്യം വേണ. എന്താക്കണോ? അസർ നമാസ് പടോ. ആര് ചൊന്തു? മുഹമ്മദ് മുസ്തഫ. असर नमाज पढ़ा ताकत मिलेगा, आफियत मिलेगा, ईमान मिलेगा. ज़ुहर नमाज पढ़ो क्या मिलेगा? रिस्क में बरकत मिलेगा. ओरिजिनल क्या कार्ड मिलेगा? क्या कार्ड? APL कार्ड मिलेगा. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ പടച്ചവന്റെ ഒറിജിനൽ കാർഡ് നമുക്ക് കിട്ടും. പടച്ചവൻ തന്റെ ആഫിയത്ത് വേണം. ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് ആഫിയത്ത് ആക്കണ്ട. ദിമ്മുസാറെ പോയിട്ട് എന്തല്ല അത് യോഗാഭ്യാസ ഉസ്താദ്, അത് ദുരഭ്യാസല മോനെ, അത് യോഗാഭ്യാസ അല്ല. യോഗാഭ്യാസ കറക്റ്റായിട്ട് അഭ്യാസ. അള്ളാഹു 5 വക്ത് നിസ്കരിക്കും.